ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഒരു സൂപ്പർ ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണ് ഈ കറി. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഈ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 1.5 കിലോളം ചിക്കൻ എടുക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് കുറച്ച് മസാല ആഡ് ചെയ്ത് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആദ്യം തന്നെ ചിക്കനിലൊക്കെ മസാല പുരട്ടുന്നത് വഴി പെട്ടെന്ന് തന്നെ ചിക്കനിൽ മസാല പിടിച്ച് കിട്ടാനൊക്കെ സഹായിക്കും. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂറോളം നമുക്ക് ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. കറി ഉണ്ടാക്കാൻ ആവശ്യമായ മസാലകളൊക്കെ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവൊക്കെ നന്നായിട്ട് പൊട്ടി വരണം. ഉലുവൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏകദേശം ഒരു 12 അല്ലിയോളം വെളുത്തുള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തണ്ടോട് കൂടി തന്നെ ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റിയാണ്. വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 3 സവാളയോളം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. സവാള നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് കൂടി ആഡ് ചെയ്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ചിക്കനിൽ ഓൾറെഡി അവിടെ മസാല പുരട്ടി വെച്ച ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തതാണ്. അതുകൊണ്ട് ഉള്ളിയിൽ വളരെ കുറച്ച് മാത്രം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടുന്നത് വരെ നമുക്ക് വഴറ്റി കൊടുക്കാം. അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. തക്കാളി പെട്ടെന്ന് തന്നെ ഉടഞ്ഞ് കിട്ടും. 1 മിനിറ്റ് ഇതൊക്കെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് തുറന്നു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കാം. ഒന്നുകൂടി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഉടഞ്ഞ് കിട്ടണ വരെ ഈ ഒരു പരുവത്തിലാണ് വരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കനിൽ ഓൾറെഡി തന്നെ മസാല പുരട്ടി വെച്ചുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി മാത്രമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി വളരെ കുറച്ച് അളവിൽ മതി. ഒരു ടീസ്പൂൺ മാത്രമാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചു വെച്ച ചിക്കൻ മസാലയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്യാം.
അപ്പോൾ ഞാൻ 2 ടീസ്പൂണാണ് ചിക്കൻ മസാല ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനിയൊന്ന് നല്ലപോലെ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മാറണം. അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ലപോലെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിക്കനൊക്കെ ഈ മസാലയിലൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഞാൻ ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല. നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ വെന്ത് കിട്ടാൻ ഈ വെള്ളം തന്നെ മതി. ഒരു അരമണിക്കൂറോളം ചിക്കൻ വേവിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്രേവിയൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലിവിടെ ക്യാപ്സിക്കം ഉള്ളതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം ചേർക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നിങ്ങൾക്ക് ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ ഇത് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ ക്യാപ്സിക്കം കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് ഈ കറിക്ക്. 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിന് നമ്മുടെ ക്യാപ്സിക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടും. 1 മിനിറ്റോളം നമ്മൾ ക്യാപ്സിക്കം ഇട്ടതിന് ശേഷം 1 മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ക്യാപ്സിക്കൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. തേങ്ങാപ്പാലാണ്. അപ്പോൾ ഞാൻ ഒരു 1/2 തേങ്ങയുടെ ഒരു ഭാഗം എടുത്ത് തേങ്ങാപ്പാലൂടെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1/4 പാൽ മാത്രമാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചിക്കൻ ഒന്ന് സോഫ്റ്റ് ആവാൻ, അതുപോലെ ഇതിൻ്റെ ഗ്രേവി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ നെയ്ച്ചോറിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ ഈ കറി സൂപ്പറാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. അപ്പോൾ ഞാൻ 1/4 പാൽ മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതലായിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുത്ത തേങ്ങയല്ല, നല്ല കട്ടിയുള്ള 1/4 പാൽ മാത്രം ചേർത്ത് കൊടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗ്രേവി ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി നമുക്കിതൊരു 1 മിനിറ്റ് നേരം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. നമ്മുടെ കറിയൊക്കെ ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവി ഒരു ക്യാപ്സിക്കത്തിൻ്റെ അതുപോലെ തേങ്ങാപ്പാലൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഇതിൻ്റെ ഗ്രേവിക്ക്. റെസ്റ്റോറൻറ്റുകളിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിലുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തൊക്കെ മറക്കരുത്. അതുപോലെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ താഴെ ഒന്ന് അറിയിക്കുക. അതുപോലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പി ആയിട്ട് വീണ്ടും വരാം.